എല്ലാവർക്കും നമസ്കാരം. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ പ്രമുഖരായ സുഹൃത്തുക്കൾ എല്ലാവരെയും ഇവിടെ മനോഹരമായി പരിചയപ്പെടുത്തി കഴിഞ്ഞു. സമയം പരിമിതമായതിനാൽ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഡിസൈൻ ആസ് എ ടൂൾ ഫോർ ഡെവലപ്മെൻറ്റ് ആൻഡ് ബെറ്റർ ലൈഫ് ഇൻഡെക്സ് എന്നതാണ് നമ്മുടെ വിഷയം. ഈ തവണ ശ്രീ പിണറായി സർക്കാർ വന്നത് മുതൽ അവർ പ്രഖ്യാപിച്ചൊരു കാര്യമാണ് കേരളത്തിന് വേണ്ടി ഒരു ഡിസൈൻ പോളിസി കൊണ്ടുവരും എന്നുള്ളത്. ഇപ്പോൾ ആ ഡിസൈൻ പോളിസിക്കായിട്ടുള്ള വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മൾ ഇന്ന് ഈ ചർച്ച ഇവിടെ വെച്ചിട്ടുള്ളത്. അതിന് ഇത്രയും പ്രമുഖരായ പാനലിസ്റ്റുകളെ കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു. ഈ ഡിസൈൻ പോളിസിയുടെ ഗവൺമെൻറ് തലത്തിൽ ചുക്കാൻ പിടിക്കുന്ന ഡോക്ടർ മനോജ് കിനി നമ്മുടെ ഒപ്പമുണ്ട്. അതുകൊണ്ട് ആദ്യത്തെ ചോദ്യം ഡോക്ടർ മനോജിൽ നിന്ന് തുടങ്ങാം. നമ്മുടെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഒരു വളരെ നല്ലൊരു കളക്റ്റീവ് എസ്തെറ്റിക് സെൻസ് ഉള്ളതായി കാണാം. ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ വരുന്നതിന് മുന്നേ വളരെ മനോഹരമായ നിർമ്മിതികൾ, അത് നിർമ്മിതികൾ മാത്രം ഒതുങ്ങുന്നില്ല. മാർക്കറ്റ് പ്ലേസുകൾ, നമ്മുടെ ഡ്രസ്സ്, നമ്മുടെ ഫുഡ് എല്ലാത്തിലും ഒരു കേരളീയത, ഒരു കോണ്ടെക്സ്ച്വാലിറ്റി, ഒരു ഡിസൈൻ എന്നൊരു എലിമെൻറ്റ്സ് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. അതിൽ റിച്ച് എന്നോ പൂറെന്നോ, അതിൽ പണമുള്ളവനെന്നോ പണമില്ലാത്തവനെന്നോ എന്നൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് ഏതോ ഒരു കാലഘട്ടത്തിൽ അത് നമുക്കിവിടെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? ഈ പല കാലഘട്ടത്തിലും ആർട്ടും നമ്മുടെ ഡിസൈനും മൂവീസും ഒക്കെ നമ്മുടെ സോഷ്യൽ റിഫോംസിൻ്റെയും പൊളിറ്റിക്കൽ ആക്ഷൻസിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ടൂളുമായിരുന്നു. അതും ഇപ്പോൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ ബാർബർ ഷോപ്പുകളിലും ചായക്കടകളിലുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നൊരു സൗന്ദര്യബോധം നമ്മുടെ ജനതയ്ക്കുണ്ടായിരുന്നു. ഇപ്പോൾ കവികളിലേക്ക് മാത്രവും കലാകാരന്മാരിലേക്ക് മാത്രവും ഒതുങ്ങിപ്പോയൊരു സമൂഹമായി കേരളം മാറിയോ? അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇങ്ങനെയുള്ള കളക്റ്റീവ് ഡിസൈൻ സെൻസിബിലിറ്റി, ഒരു കളക്റ്റീവ് ഡിസൈൻ സെൻസിറ്റിവിറ്റി തിരിച്ചു കൊണ്ടുവരാൻ എന്നതാണോ ഡിസൈൻ പോളിസിയുടെ ഉദ്ദേശം? എന്താണ് ഡിസൈൻ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എനിക്ക് തോന്നുന്നൊരു 3-4 ക്വസ്റ്റ്യൻ ഒരുമിച്ചാണ് വന്നത്. എവിടെ തുടങ്ങണമെന്ന് എനിക്കറിയില്ല. പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കേരള സെൻട്രിക് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഡിസൈനിലോട്ട് വരുന്നതിന് മുമ്പേ കേരള സമൂഹത്തിൻ്റെ മാറ്റം കഴിഞ്ഞ ഒരു 50 വർഷത്തിനുള്ളിൽ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, സൊസൈറ്റി വളരെ കോംപ്ലക്സ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സങ്കീർണതകളാണ് ഇപ്പോൾ നമ്മുടെ ചുറ്റിനുമുള്ളത്, എല്ലാ തലത്തിലും. സാങ്കേതികമായിട്ടും സൗന്ദര്യപരമായിട്ടും എസ്തെറ്റിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് ആയാലും ശരി, ടെക്നോളജിക്കൽ ആയിട്ടുള്ള ആസ്പെക്ട്സ് ആയാലും ശരി, നമ്മൾ സങ്കീർണതകളുടെ ലോകത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അപ്പോൾ ഈ സങ്കീർണതകൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മുമ്പിൽ ഉയർത്തുന്നത് ചാലഞ്ചസ് ആണ്. ഇപ്പം ഈ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ, എന്തുകൊണ്ട് കേരളത്തിൽ ഒരു എസ്തെറ്റിക് ലെവലിലുള്ളൊരു അപജയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഉണ്ടായി എന്നുള്ളതിന് ഉത്തരം, ഈ സങ്കീർണതകളെ നമ്മൾക്ക് എങ്ങനെ പ്രതിരോധിക്കണം അല്ലെങ്കിൽ എങ്ങനെ അതിനെ ഫേസ് ചെയ്യണമെന്നുള്ള ഒരു കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടാത്ത സമൂഹമായിട്ട് നമ്മൾ മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചുറ്റുവട്ടത്ത് കാണുന്ന ബാനറുകളായാലും ശരി, വലിച്ചു വാരി കെട്ടുന്ന പോസ്റ്ററുകളായാലും ശരി, നമ്മുടെ ചുറ്റിനും ഉയർന്നു വരുന്ന നിർമ്മിതികളായാലും ശരി, നമ്മുടെ ഈ പറയുന്ന വേസ്റ്റ് കൊണ്ടിടുന്ന ആ ഒരു സംസ്കാരമായാലും ശരി, എങ്ങനെയാണോ നമ്മുടെ ക്യാൻവാസ്, ഇത് പ്രകൃതി ഒരു ക്യാൻവാസ് ആണല്ലോ. ഈ പ്രകൃതി എന്ന് പറയുന്ന ക്യാൻവാസിൽ മനുഷ്യജന്മം ഉണ്ടാക്കിയെടുക്കുന്ന നിർമ്മിതികളെയാണ് ഈ പറയുന്ന കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൾച്ചറൽ ലാൻഡ്സ്കേപ്പ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് കൾച്ചറിൻ്റെ ഭാഗമാണ്. അവിടെയാണ് ഡിസൈൻ എന്ന് പറയുന്നതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പ്രസക്തി വരുന്നത്. അവിടെയാണ് ഞാൻ ഡിസൈനെ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത്. ഡിസൈൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സംസ്കാരമാണ്. ഡിസൈൻ എന്ന് പറഞ്ഞാൽ ആർട്ടാണ്, ഡിസൈൻ എന്ന് പറഞ്ഞാൽ ക്രിയേറ്റിവിറ്റിയാണ്, ഡിസൈൻ എന്ന് പറയുന്നത് എൻജിനീയറിംഗ് ആണ്, ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പർട്ടിക്കുലർ ഫീൽഡിൽ ഒതുക്കി നിർത്താവുന്ന കാര്യമല്ല. അത് നമ്മുടെ ഉള്ളിൽ എംബഡ് ചെയ്തൊരു ജനറ്റിക് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ആ ജനറ്റിക് പ്രോപ്പർട്ടിയെ നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാനുള്ളൊരു സംവിധാനം എവിടെയോ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ പറഞ്ഞ ചോദ്യത്തിന് ഉത്തരം. പണ്ട് ഇപ്പോൾ നമുക്ക് തിരിച്ച് സഞ്ചരിച്ചാൽ അറിയാം,
പണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ആർക്കിടെക്ചർ തന്നെ എടുത്തു കഴിഞ്ഞാൽ പഴയ തച്ചന്മാർ വർക്ക് ചെയ്യുമ്പോൾ, അവർ ജോലി ചെയ്യുമ്പോൾ അവരുടെ കയ്യിൽ കൈപ്പുസ്തകങ്ങളൊന്നുമില്ല. അവരുടെ കയ്യിൽ അവർ കൊത്തിവെക്കുന്നൊരു കോൽ, അതിനകത്ത് ഒരു കണക്ക് മാർക്ക് ചെയ്തിട്ട് അവർ ഈ പറയുന്ന ചൊല്ലായിട്ട് അടുത്ത തലമുറയ്ക്ക് കൊടുക്കുന്ന ചൊൽക്കെട്ടുകളുണ്ട്. ആ ചൊൽക്കെട്ടുകളാണ് ഈ പറയുന്ന നിർമ്മിതിയുടെ ബേസിക് കണക്കുകൾ എന്ന് പറയുന്നത്. അത് പഠിച്ച് അതിൽ നിന്നുകൊണ്ട് അവരുണ്ടാക്കിയെടുക്കുന്ന പാറ്റേൺസാണ് നേരത്തെ പറഞ്ഞ നല്ല നിർമ്മിതികളിലോട്ടുള്ള ആ ചാലകശക്തി എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടായി? അതുണ്ടാവാനുള്ള കാര്യം അവരൊരു ഡിസിപ്ലിൻ ഉണ്ടായിരുന്നു, അതിനൊരു കോഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ഡിസൈൻ്റെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ലാംഗ്വേജ് ഉണ്ടായിരുന്നു. ഡിസൈൻ ഒരു ലാംഗ്വേജും കൂടെയാണ്. ആ ലാംഗ്വേജ് ഈ നേരത്തെ പറഞ്ഞ സങ്കീർണതകളിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഒരു ഡിസൈൻ പോളിസി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിനെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ഒരു ഉപാധിയാണ്. നമ്മളതിനെ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിസൈൻ പോളിസി എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റിന് കൊടുക്കാൻ പറ്റുന്ന ഗൈഡ് ലൈൻസ്, എന്തിന്? അതിന് വ്യക്തമായിട്ടുള്ള നിയമാവലികൾ എനാക്ട് ചെയ്യുവാനുള്ള ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ ഫണ്ടമെൻ്റൽ റൂൾസ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ഡിസൈൻ പോളിസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ കൃത്യമായിട്ടുള്ള ഒരു ഡിസൈൻ സ്ട്രാറ്റജീസിലോട്ട് നയിക്കുകയും ആ സ്ട്രാറ്റജീസ് എന്ന് പറയുമ്പോൾ എല്ലാ മേഖലകളിലും, ഉദാഹരണത്തിന് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, വിദ്യാഭ്യാസം തൊട്ട് ബേസിക് എഡ്യൂക്കേഷൻ അവിടെ തൊട്ട് തുടങ്ങി ഈ പറയുന്ന പ്രാക്ടീസ് ആയാലും ശരി, ഇതിൻ്റെ എന്താ പറയുക മാനിഫെസ്റ്റേഷൻസ് അടുത്ത ലെവലിലോട്ടായാലും ശരി, ഡിസൈൻ ഇക്കോണമി ആയാലും ശരി, എല്ലാത്തിനെയും കോർത്തിണക്കിക്കൊണ്ടുള്ളൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു മൂവ്മെൻ്റ് ആയിരിക്കും ഈ പറയുന്ന ഡിസൈൻ പോളിസി. ഒരു പക്ഷേ കേരളത്തിൻ്റെ മുമ്പോട്ടുള്ള വഴിക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാലകശക്തിയായിട്ട് ഈ ഡിസൈൻ പോളിസി മാറുമെന്നാണ് എൻ്റെ വിശ്വാസം. വളരെ വളരെ പ്രതീക്ഷ തരുന്ന വാക്കുകളാണ് ഡോക്ടർ മനോജിൻ്റെത്. നമ്മൾ കഴിഞ്ഞ പ്രകൃതി ദുരന്തം ഉണ്ടായ സമയം മുതൽ 2018 മഹാവെള്ളപ്പൊക്കം മുതൽ നമ്മൾ പറയുകയാണ് ഇങ്ങനെയല്ല കേരളം വികസിക്കേണ്ടത്. കേരളം വികസിക്കുന്നതിൻ്റെ രീതിയും അതിലെ സസ്റ്റൈനബിലിറ്റിയും അതിൻ്റെ എൻവയറമെൻ്റൽ റെസ്പോൺസിബിലിറ്റിയും ഒക്കെ നമുക്ക് വേറെ പല രീതിയിൽ നോക്കിക്കാണാനുണ്ട്. ഇങ്ങനെയല്ല കേരളത്തിലെ ബിൽഡ് എൻവയറമെൻറ്റ് വരേണ്ടത്, ഇങ്ങനെയല്ല കേരളത്തിലെ പോളിസീസ് വരേണ്ടത്. അപ്പോൾ ഈ ഡിസൈൻ പോളിസി എന്ന് പറയുന്ന ഒരു കാര്യം ഈ പണ്ട് മുതലേയുള്ളൊരു സൗന്ദര്യം തിരിച്ചു കൊണ്ടുവരുന്നതിന് ഒന്നിച്ച് ഒരുപാട് മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ അതിൻ്റെ ഉൾപ്പെടും എന്ന് പറയുന്ന ഈ ഒരു വാക്കുകൾ വളരെ വളരെ പ്രതീക്ഷ തരുന്നു. അടുത്തൊരു ചോദ്യം മുരളി ചീരോത്തിൻ്റെ അടുത്താണ്. ആർട്ട് സമൂഹത്തിലൊരു വലിയൊരു ഘടകമാണ് ആർട്ടിസ്റ്റുകൾ. ഈ ഒരുപാട് ആർട്ട് സ്കൂളിലും ആർക്കിടെക്ചർ സ്കൂളുമായി താങ്കൾ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ. ഈ പറയുന്ന ഒരു മൂല്യച്യുതി ആർട്ടിസ്റ്റ് മേഖലയിൽ സംഭവിച്ചിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരമൊരു പോളിസി വന്നാൽ അത് നേരെയാവുമെന്ന് പ്രതീക്ഷയുണ്ടോ? അതോ എവിടെയാണ് നമ്മൾ ഫണ്ടമെൻ്റലായി മാറേണ്ടത്? ഹിസ്റ്റോറിക്കലി ആർട്ടിൻ്റെ ഒരു പ്രാക്ടീസിനെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ ആർട്ടിസ്റ്റുകളൊന്നും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു പുതുമയാണ്. അത് ഏത് മേഖല എടുത്താലും ഇൻസ്പയർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പുതുമ. ഇപ്പോൾ യൂറോസെൻട്രിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് നോക്കണ്ട, ഇന്ത്യയിൽ തന്നെ പല കലാകാരന്മാരും മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഒരു പക്ഷേ സമൂഹം തന്നെ കാണാത്തൊരു തരത്തിലുള്ള, അവർക്ക് കാണാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ പോപ്പുലർ ആവാതിരുന്ന പല സംഭവങ്ങളും ആർട്ടിസ്റ്റുകളാണ് അത് ക്രിയേറ്റീവായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പിന്നീട് അത് സൊസൈറ്റിയിലോട്ടും പിന്നീട് അത് പല മേഖലകളിലോട്ടും വ്യാപിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു അതിന് പല തെളിവുകളുണ്ട് എന്നായിട്ട്. പക്ഷേ ഈ ച്യുതി എന്ന് പറയുന്നത് അത്തരത്തിലൊരു സംഭവം നമ്മളറിയാതെ അല്ലെങ്കിൽ നമ്മളുടെ ഒരു കൺസ്യൂമറിസ്റ്റ് കൾച്ചറായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെങ്ങനെ മറ്റുള്ള കാര്യങ്ങളെല്ലാം അടിച്ചമർത്തി പോയിട്ടുണ്ടോ? കാരണം ഇതിൽ ഈ ഡിസൈൻ സെൻസിബിലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കാത്തൊരു ലാംഗ്വേജ് അതിൽ ഹിഡൻ ചെയ്തിരിപ്പുണ്ട്, ആർട്ടിലായാലും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. കാരണം ഇപ്പോൾ ഹൗ ഫോറസ്റ്റ് തിങ്ക് എന്ന് പറയുന്ന ഒരു ബുക്കിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിലവർ പറയുന്ന ഒരു ആമസോണിയൻ ഒരു സംസ്കാരത്തെക്കുറിച്ച് സ്റ്റഡി ചെയ്തിട്ടുള്ളൊരു സംഭവമാണ്. അതിൽ പറയുന്നത് നമ്മൾ അറിയാത്ത ലാംഗ്വേജാണ് ഇന്നേ വരെ നമ്മുടെ ഇക്കോളജിക്കലായിട്ടുള്ള ഇക്കോസോഫിക്കലായിട്ടുള്ള അല്ലെങ്കിൽ എൻവിറോൺമെൻ്റലായിട്ടുള്ള തലങ്ങളിൽ നമ്മൾ ചോദ്യം ചെയ്തത് ഇന്നേ വരെ. കാരണം നമുക്കൊരു മരത്തിനോട് സംവദിക്കാൻ കഴിയാതെ പോകുന്നൊരവസ്ഥ വരുന്നത്. ഇപ്പോൾ ഡോക്ടർ മനോജ് കിനി പറഞ്ഞ ഒരു സംഭവം, നമ്മളുടെ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ
ക്രാഫ്റ്റ്മാൻസ് കൈകാളിക്കൊണ്ടിരുന്ന ഒരു സെൻസിബിലിറ്റി ഉണ്ട്. കാരണം എല്ലാത്തിനും തുല്യതയോട് കാണുക, ഒരു കോ എക്സ്റ്റൻഷ്യലായിട്ടുള്ള ഒരു എലിമെൻ്റായിട്ട് അവരുടെ ആക്ടിവിറ്റിയെ കാണുക. ആ ആക്ടിവിറ്റിയാണ് ശരിക്കും പറഞ്ഞാൽ പോയിട്ടുള്ളത്. കാരണം അതിൽ ഇപ്പോൾ റിച്ചാർഡ് സെനറ്റൊക്കെ പറയുന്നത് പോലെ ഈ ടൂൾസിന് വലിയൊരു അവദാനമുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഓരോ കാലത്തും വന്നിട്ടുള്ള ടൂൾസ് നമ്മളുടെ ക്രാഫ്റ്റിൻ്റെ അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രാക്ടീസസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്, റീഡിഫൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ അറിയാതെ തന്നെ. ആ അറിവില്ലായ്മയാണ് നമ്മൾക്ക് തിരിച്ചു കൊണ്ടുവരേണ്ടത്. അതായത് ഈ യൂറോസെൻട്രിക് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റിൽ നമ്മളെല്ലാം നോക്കിക്കാണുന്നതുകൊണ്ട് എന്ത് പുതിയ സംഭവങ്ങളും നമ്മളുടെ പ്രാക്ടീസസിലോട്ട് വരുമ്പോൾ നമുക്കതിനെ ഡിനേ ചെയ്യാൻ പറ്റാത്ത തലത്തിൽ നമ്മൾ അതിൻ്റെ വ്യക്താക്കളായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതൊരു വശമുണ്ട് ഇതിൽ ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ ഈ ഇത്തരത്തിലുള്ള ആസ്പെക്റ്റുകളെ നമ്മൾ പുതിയതായിട്ട് ഡിഫൈൻ ചെയ്യേണ്ടിയിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഡിസൈൻ പോളിസീസിൻ്റെ ഒരു തലത്തിലോട്ട് വരുമ്പോൾ നമ്മൾ ഈ കോ എക്സിസ്റ്റൻഷ്യൽ ഒരു ആസ്പെക്റ്റ് നമ്മൾ മുൻനിർത്തിക്കൊണ്ട് എന്തിനെയെല്ലാം നിലനിർത്തണം, എന്തിനെയെല്ലാം നമ്മൾ തഴയണം, എന്തിനെയെല്ലാം നമുക്ക് പുതിയ രീതിയിൽ കാണാൻ കഴിയണം, ഇതെല്ലാം വളരെ അത്യാവശ്യമായിട്ട് ചിന്തിക്കേണ്ടതാണ്. ഈ പോളിസീസിൻ്റെ തന്നെ പല തലങ്ങളും പല പ്രാക്ടീസസിലോട്ടും കൊണ്ടുവരേണ്ടതുണ്ട്. ഇപ്പോൾ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷനിൽ ഇത് വളരെ അത്യാവശ്യമായിട്ട് കൊണ്ടുവരും. കാരണം നമ്മളുടെ അതായത് കാരിക്കുലം എന്ന് പറയുന്നത് വളരെ വളരെ പഴകിയതും നമുക്ക് തിരിച്ചറിയാത്ത രീതിയിൽ കുട്ടികളെ ഒരു നോളജ് ബാങ്കിങ് സിസ്റ്റത്തിലോട്ട് നയിക്കുകയും അവരുടേതായിട്ടുള്ള ഒരു തനിമ അല്ലെങ്കിൽ ഒരു ഇൻട്രോസ്പെക്റ്റീവ് മോഡ് നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലോട്ട് അവരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അവരെടുക്കുന്നു, അതിൻ്റെ അപ്പുറത്തേക്ക് അവർക്ക് എങ്ങനെ ഈ ഒരു എക്സ്പീരിയൻസിനെ, ഇൻഫർമേഷനെ, നോളജിനെ ഇൻട്രോസ്പെക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കിയെടുക്കാം. ആ കഴിവിലൂടെയാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള പോളിസീസിനെ നമ്മൾ കാണുകയും ചെയ്യേണ്ടത്. അവിടെയാണ് ഈ ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള തലങ്ങൾ പലപ്പോഴും വളരെ ശക്തമായിട്ട് വരുന്നതും ആ തലങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യം വരുന്നത്. ഒരു മാസ് തലത്തിൽ ഇതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും നമ്മൾ കാണണം. കാരണം അത് വല്ലാതെ റെസിസ്റ്റ് ചെയ്യാനും ഇതിനെ ദൂരെ നിന്ന് കാണുന്ന ഒരു പ്രതീതി ഉണ്ടാക്കാനൊക്കെ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഇന്ന് ഈ ഡെവലപ്മെൻ്റൽ ഇഷ്യൂസൊക്കെ തന്നെ പല സോഷ്യൽ സയൻറ്റിസ്റ്റുകളും ഡിസൈനേഴ്സും ആർട്ടിസ്റ്റുകളൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അതിനെന്തുകൊണ്ട് പബ്ലിക് എതിർക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സോഷ്യൽ ആസ്പെക്റ്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടതുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതെല്ലാം കൂടി മുന്നോട്ട് വെച്ചാൽ മാത്രമാണ് എന്തുകൊണ്ട് പുതിയത് നമ്മൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. കാരണം നമ്മളൊരു ഹാർപ്പിക് കൾച്ചറിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാത്തിനും തുടച്ചു നീക്കുക എന്നുള്ളത്, എല്ലാതും വിമുക്തമാക്കുക എന്നുള്ളത്, നോളജിനെ അടക്കം അണുവിമുക്തമാക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹാർപ്പിക് കൾച്ചർ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അതെങ്ങനെയാണ് നമ്മളുടെ ഒരു സെൻസിബിലിറ്റീനെ ഇല്ലാണ്ടാക്കുന്നത് എന്നുള്ളത്. കാരണം ഹ്യൂമൻ സെൻട്രിക് ആയിട്ടുള്ള ആസ്പെക്റ്റുകൾ മാത്രം വളർത്തിയെടുക്കാൻ നമുക്കൊരു പോളിസിയുടെ ആവശ്യമില്ല. നമ്മൾ വർഷങ്ങളായിട്ട് നിലനിന്നതും എക്സ്പ്ലോയിറ്റ് ചെയ്തതും ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ബേസിസിലാണ്. അതിനെ ഡിഫൈൻ ചെയ്യേണ്ട സമയമാണ്. നമ്മളൊരു കോ എക്സ്റ്റൻഷനിലായിട്ടുള്ള ഒരു സമൂഹമാണ്. നമ്മളുടെ കൂടെ ചെറുജീവികൾ തൊട്ട് മരങ്ങൾ തൊട്ട് ഇതെല്ലാം ഉണ്ട്. ഈ ഇക്കോളജിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് ഒക്കെ തന്നെ ഉൾക്കൊള്ളേണ്ടത് അവിടെ നിന്നാണ്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇക്കോസഫിക്കലായിട്ടുള്ള തലങ്ങൾ കാണേണ്ടത് അവിടെ നിന്നാണ്. അതേപോലെ തന്നെ അടുത്തിരിക്കുന്ന ഒരു ചെറിയ ജീവിക്ക് പോലും നമ്മളുടെ ലൈഫിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു തലമുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഒരു ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് അടുത്ത സമൂഹത്തിനെ കാണുന്നത് എന്നുള്ളതാണ്. ഈ പോളിസി വളരെ വൈബ്രൻ്റ് ആയിട്ട് വന്നാൽ മാത്രമാണ് അത്തരത്തിലുള്ള സമൂഹത്തിനെ നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രമാണ് ഇന്നൊരു അവതാരകൻ ഞാനിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആൻസർ വരേണ്ടത് വളരെ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് തന്നെയാണ്. അതിനെ നമ്മൾ തിരിച്ചറിയും വേണം എന്നുള്ളതാണ്. സോ പോളിസി വരുമ്പോൾ പ്രതീക്ഷകളാണോ ആശങ്കകളാണോ കൂടുതൽ എന്നുള്ളതാണ് ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റി. അതിൻ്റെ ഒരു ഡിഫെൻസീവ് സൈഡിലെ ആശങ്കകളായിരിക്കാം. പക്ഷേ ഒരു സോഷ്യൽ ആസ്പെക്റ്റിൽ നമുക്ക് പ്രതീക്ഷകളാണ് തരുന്നത്. കാരണം എപ്പോഴും നമ്മളൊരു സോഷ്യൽ ലെവലിൽ ഒരു സയൻറ്റിസ്റ്റിൻ്റെ റോളിൽ ഒരു ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ ഒരു ഡിസൈനറോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റോ വരുമ്പോൾ അവർ ചിന്തിക്കേണ്ട രണ്ട് തലങ്ങളാണ്. ഒന്ന് ഡിഫെൻസീവ് ആയിട്ടുള്ള മോഡും ഒന്ന് പ്രതീക്ഷ തരുന്ന ഒരു മോഡും. ശരിക്കും പറഞ്ഞാൽ അത് രണ്ടും ഉണ്ടായിരിക്കണം എന്നാണ് ഏത് പോളിസി വരുമ്പോഴും നമ്മൾ കാണേണ്ടത്. ഇംപ്ലിമെൻറ്റേഷൻ സൈഡിൽ ഇപ്പോൾ നമ്മൾ എത്ര വലിയ തിയറീസ് നമ്മൾ ഡെവലപ്പ് ചെയ്താലും അത് താഴെക്കടയിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോൾ വരുന്ന ആ ഒരു റിസോഴ്സസ് അത് കറക്റ്റ് അല്ലെങ്കിൽ ഒരു പോളിസിയും മുന്നോട്ട് പോകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ്
നോളജ് സിസ്റ്റത്തിനെ ഏത് രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് താഴെക്കടയിലേക്ക് കൊണ്ടുവരുന്നുള്ളത് കൂടി പോളിസിയിൽ വരണം. ഓരോ സിസ്റ്റത്തിൽ എങ്ങനെ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊണ്ടുവരണം എന്നുള്ളത്. ഒരുപാട് പ്രധാനപ്പെട്ട പോയിന്റ്സ് മുരളി ഇവിടെ സംസാരിക്കുകയുണ്ടായി. യൂറോസെൻട്രിക് തോട്ട് പ്രോസസ്സിൻ്റെ പ്രോബ്ലം, അത് എഡ്യൂക്കേഷനിൽ വന്നുണ്ടാക്കിയ പ്രശ്നങ്ങൾ, ഇൻക്ലൂസിവിറ്റിയുടെ കാര്യം, ഇത് ഈ പോളിസി എങ്ങനെ താഴെത്തട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, ഈ ചിന്താഗതി എങ്ങനെ തിരിച്ച് താഴെത്തട്ടിലേക്ക് ചായക്കടകളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നൊക്കെയുള്ള പോയിന്റുകൾ തിരിച്ചു വരാം. ബിക്കോസ് അത് വളരെ വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ്. അടുത്തൊരു ചോദ്യം ബോസിൻ്റെ അടുത്താണ്. ബോസിനെ നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അഭിമാനങ്ങളായ 2 ആർട്ട് ഈവൻറ്റ്സ്, ഇപ്പോൾ നടക്കുന്ന ബിനാലെ 4ാമത്തെ എഡിഷൻ, അതേപോലെ കഴിഞ്ഞ എല്ലാ എഡിഷൻസും, അതേപോലെ ലോകമേ തറവാട് എന്ന ഒരു മനോഹരമായ അന്താരാഷ്ട്ര തലത്തിൽ അങ്ങേയറ്റം അറിയപ്പെട്ട, കോവിഡ് സമയത്തും ആർട്ടിസ്റ്റുകളെ ലോകോത്തര തലത്തിൽ ശ്രദ്ധ എത്തിച്ച ലോകമേ തറവാട് എന്ന എക്സിബിഷനും, ഈ 2 എക്സിബിഷനു വേണ്ടിയും അല്ലെങ്കിൽ ഈ 2 ഈവൻറ്റ്സിന് വേണ്ടിയും ബോസ് തിരഞ്ഞെടുത്ത സ്ഥലങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഒന്ന് ഫോർട്ട് കൊച്ചിയിലും ഒന്ന് ആലപ്പുഴയിലാണ്. 2ഉം പൈതൃക സ്ഥലങ്ങളാണ്, 2ഉം സംരക്ഷിക്കപ്പെട്ട സ്ഥലങ്ങളാണ്. അത് എന്താണ് അങ്ങനെ? ഈ ജനാധിപത്യ കാലത്ത് നമ്മൾ ഒരുപാട് പബ്ലിക് ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരുപാട് നഗരപ്രദേശങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊന്നും ഇത്തരത്തിലുള്ള ഈ ഈവൻറ്റ്സ് നടത്താനുള്ള ആ ഒരു ആംബിയൻസോ ആ ഒരു ക്വാളിറ്റിയോ ആ ഒരു മൂഡോ ഇല്ല എന്നുള്ളതാണോ? ഇപ്പോഴും നമ്മൾ തിരിച്ച് പഴയ പൈതൃകത്തിന് മാത്രമേ ഇത്തരത്തിലുള്ളൊരു ചർച്ച മുന്നോട്ട് വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണോ? പുതിയ ആർക്കിടെക്ട്സ് മുന്നോട്ട് വെക്കുന്ന സാധനങ്ങളൊന്നും ആർട്ടിസ്റ്റ് കമ്മ്യൂണിറ്റിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ? എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല. ബട്ട് ബിനാലെ പോലുള്ള സമകാലീന കലാപ്രദർശനങ്ങൾ നടത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം വേർ ആർ വി പ്ലാന്റിങ് ദ സീഡ്. അതിന് പറ്റിയ സ്ഥലം, ഐഡിയൽ പ്ലേസ് എന്ന് പറയുന്നത് മൾട്ടി കൾച്ചറൽ, മൾട്ടി ലിംഗ്വൽ, കോസ്മോപൊളിറ്റൻ സ്പേസാണ്. കൊച്ചി പ്ലേഡ് ആസ് എ റിസീവേഴ്സ് എൻഡ് ഓൾ ദി ടൈം. സ്വീകരണത്തിൻ്റെ സ്ഥലമാണ്. ട്രേഡ് വഴി സ്വീകരിച്ചത് വളരെയധികം ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് കൾച്ചേഴ്സ്, അതുപോലെ തന്നെ എക്സ്ചേഞ്ചസ് നടക്കുന്ന ലൊക്കേഷനാണ്. ആ സൈറ്റിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളെല്ലാം പ്രധാനപ്പെട്ടതാണ്. ജലം, വായു, ക്ലൈമറ്റ്. സമകാലീന കല ചെയ്യുവാൻ വേണ്ടിയിട്ട് ക്ലൈമറ്റ് കൺട്രോൾഡ് സ്പേസസിൻ്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ വെതർ കൺട്രോൾഡ് സ്പേസസ് വി ലുക്ക് ഫോർ ഇറ്റ്. അങ്ങനെയുള്ളൊന്നും ഇല്ലാത്തൊരു സ്ഥലത്താണ് നമ്മൾ ബിനാലെയും ലോകമേ തറവാടും നടത്തിയത്. പൈതൃകപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ വാസ്തുശില്പങ്ങളുള്ള നാട്ടിൽ എനിക്ക് തോന്നുന്നു അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ പുതിയ കാഴ്ചപ്പാടുകളെ കൊണ്ടുവരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. There is a kind of contrast naturally developed on such spaces. ഇതിനേക്കാൾ പ്രധാനപ്പെട്ട ഘടകം എനിക്ക് തോന്നുന്നു ബിനാലെയുടെ വിജയമായാലും ലോകമേ തറവാടിൻ്റെ വിജയമായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പബ്ലിക് പാർട്ടിസിപ്പേഷനാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മലയാളിക്കുള്ള ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു. There is a kind of enthusiasm അല്ലെങ്കിൽ ഇൻക്വിസിറ്റീവ് മൈൻഡ് ഉള്ള മലയാളി എവിടെയും എങ്ങനെയും പോയി കാണണം, കേൾക്കണം. എസ്പെഷ്യലി എന്തെങ്കിലും കോൺട്രവേഴ്സി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ താല്പര്യം കാണിക്കുന്ന ഒരു ജനതയാണ്. സോ Kochi has become a very important site for learning. What we have done is we created spaces for learning. ഒരു ബിനാലെ എന്ന് പറയുന്നത് ഒരു സമകാലീന ടെമ്പററി മ്യൂസിയമാണ്. ടെമ്പററി മ്യൂസിയം അല്ലെങ്കിൽ ടെമ്പററി യൂണിവേഴ്സിറ്റി. സോ വി ഹാവ് ക്രിയേറ്റഡ് ദാറ്റ്. അതിൻ്റെ നാച്ചുറൽ അല്ലെങ്കിൽ ഓർഗാനിക്കായിട്ടുള്ള വളർച്ചയ്ക്ക് കാരണം അവിടുത്തെ സമൂഹവും
പുതിയ കാര്യങ്ങൾ സ്വീകരിക്കുവാനുള്ള മനസ്സുമുള്ള നാടും ഉള്ളതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ബിനാലെ പോലുള്ള പ്രോജക്റ്റുകൾ ന്യൂ തിങ്കിങ് accepted by the people, local, national and international. I would say local, regional, national and international. Other and the growth തിരികെ വരുന്ന ഇറ്റ്സ് ഓൾമോസ്റ്റ് ലൈക്ക് എ സൈക്ലിംഗ് കൈൻഡ് ഓഫ് തിങ് ഓൾസോ ലൈക്ക് നമ്മൾ വേറൊരു സ്ഥലത്ത് പോയി കാണുമ്പോൾ കൊച്ചി മുസ്ലിസ് ബിനാലെ പോലെ മറ്റുള്ള ബിനാലുകളെ പോയി കാണുമ്പോൾ ഉള്ള വ്യത്യാസം ദ ഡിഫറൻസ് ഐ ഫൗണ്ട് ഇറ്റ് ഇസ് ദാറ്റ് നമ്മൾ മറ്റുള്ള ബിനാലുകളിലും മിക്കപ്പോഴും കാണുന്നത് പ്രൊഫഷണൽസ് ഓഫ് ആർട്ട് വേൾഡ് ക്യൂറേറ്റേഴ്സ് കളക്ടേഴ്സ് കൊണോസിയേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹെഡ്സ് അങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ കാണുന്നത്. നമ്മളുടെ ബിനാലയിൽ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരും ദ സെയിം ടൈം യു ഫൈൻഡ് ഹൂ ഈസ് ഹൂ ഫ്രം അറൗണ്ട് ദ വേൾഡ്, ഇൻ്റലക്ച്വൽസ്, ഇൻസ്റ്റിറ്റ്യൂഷൻസ് പീപ്പിൾ, കളക്ടേഴ്സ്, ക്യൂറേറ്റേഴ്സ്, പ്രൊഫഷണൽസ് ഇൻ ദ ആർട്ട് വേൾഡ്. അപ്പോൾ ഈ നമ്മൾ ഡിസൈനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഐ വുഡ് ലൈക്ക് ടു കം ദെയർ ലൈക്ക് ഡിസൈൻ policies, when we talk about policies, we don't have cultural policies, isn't it? We don't have cultural universities, isn't it? So I think we should think when we make policies we are making rules. Always art and design revolutionized because the word itself design, actually signed one is called, whatever existing is signed and we design it. എല്ലാം പുതുമ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഇറേസ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിന് റെവല്യൂഷനൈസ് ചെയ്യുമ്പോഴോ ആണ്. ദാറ്റ് വേർഡ് ഇറ്റ് സെൽഫ് ഹാസ് ദറ്റ് എൻറ്റയർ മീനിങ് ടു ഇറ്റ്. സോ റൂൾസ് ആർ ഓൾവേസ് ബ്രോക്കൺ ബൈ ദി ന്യൂ തിങ്കേഴ്സ് ആൻഡ് പ്രാക്ടീഷണേഴ്സ്. പുതിയ തലമുറ സൗന്ദര്യശാസ്ത്രത്തോടു കൂടി തന്നെ സയൻസിനെയും ഏറ്റവും കൂടുതൽ അക്സെപ്റ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പുതിയ തലമുറയ്ക്ക് വേണ്ട യൂണിവേഴ്സിറ്റികളും പോളിസികളും ശാസ്ത്രവും സൗന്ദര്യശാസ്ത്രവും ഡിസൈനും ഒരുമിച്ചുള്ള യൂണിവേഴ്സിറ്റികളോ അല്ലെങ്കിൽ സ്പേസസും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. വിവേക് മുമ്പ് പറഞ്ഞ പോലെ വി ഷുഡ് ക്രിയേറ്റ് സ്മോൾ ചായക്കടാസ്, എ കോൺവെർസേഷൻ സ്പേസ് ഫോർ ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ഗെറ്റിംഗ് ലോസ്റ്റ്. ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് സംസാരിക്കുന്നുണ്ടെങ്കിലും ഇറ്റ് ഈസ് ഗോയിങ് ഇൻ ടു മെനി ഡിറക്ഷൻസ്. ദ തോട്ട്സ് ആർ ഗോയിങ് ഡിഫറെൻറ്റ് ഡിറക്ഷൻസ്. ഐ തിങ്ക് വിത്ത് ദാറ്റ് നോട്ട് ഐ വുഡ് എൻഡ്. ഡിസൈൻ സെൻസിറ്റൈസേഷനാണ് ഈ പോളിസിയുടെ പ്രധാന ഉദ്ദേശമെങ്കിൽ കഴിഞ്ഞൊരു ദശാബ്ദമായി അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊച്ചി ബിനാലെ. താങ്കൾ പറഞ്ഞ പോലെ കൊച്ചി ബിനാലെ സാധാരണക്കാരുടെ ഒരു ആർട്ട് ഫെസ്റ്റിവലാണ്. പണ്ട് ചില്ലിട്ട ഗാലറികളിലും അല്ലെങ്കിൽ യൂറോപ്പിലും മാത്രം കണ്ടുവന്നിരുന്ന ഒരു ആർട്ട് സംസ്കാരം നമ്മുടെ നാട്ടിലും നമ്മുടെ തെരുവുകളിലും എത്തിച്ച ഒരു സംരംഭമാണ് കൊച്ചി ബിനാലെ. ഈ ഒരു ഡിസൈൻ പോളിസി ഇല്ലാത്തത് കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? ഏതൊരു പ്രോജക്റ്റും ചെയ്യുമ്പോൾ ഫസ്റ്റ് തിങ് ഈസ് ഇക്കണോമി. ക്രിയേറ്റീവ് ഇക്കോണമിയെ പറ്റി നമ്മൾ സംസാരിച്ചിട്ടില്ല, ഡിസൈൻ ഇക്കോണമിയെ പറ്റി സംസാരിച്ചിട്ടില്ല. എക്കണോമിക് ആസ്പെക്ട്സ് ഓഫ് ഇറ്റ്, ലൈക്ക് നമ്മൾ വെൻ വി കമ്പയർ studies, reports from around the world, there are visions like, for example, Abu Dhabi put together about $21 billion to make the 5 museums. $21 billion US dollar. അത് അവരുടെ കൾച്ചറൽ പോളിസിയിൽ കൊണ്ടുവന്നിട്ടുള്ള തുകയാണ്. They are actually buying culture. We have incredible culture which we have no idea how to package it, how to place it. We coexist with extremities. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ മിനിമലിസം പഠിച്ചിട്ടുള്ളതും എക്സ്ട്രീമിസം പഠിച്ചിട്ടുള്ളതും. എല്ലാ പെർഫോമേറ്റീവ് ആർട്ടിനും നമ്മളുടെ എക്സ്ട്രീമിസം ഉണ്ട്. അറ്റ് ദ സെയിം ടൈം യു ഫൈൻഡ് വെരി മച്ച് മിനിമലിസം. ഏതൊരു പ്രോജക്റ്റിനും ഐ തിങ്ക് ഫണ്ട്സ് ആണ് ഇമ്പോർട്ടൻറ്റ്. അതെങ്ങനെയാണ് കണ്ടെത്തേണ്ടത്? ഇഫ് യു ക്യാൻ സ്ട്രക്ചർ ഇറ്റ് പ്രോപ്പർലി യു ക്യാൻ put it together amazing projects. I'm sure Dr. Manoj Kini is keenly hearing this. ഞാൻ തിരിച്ചു വരാം. അപ്പം ഒരു കൾച്ചറൽ പോളിസിൻ്റെ ഒപ്പം തന്നെ ഒരു ഡിസൈൻ എക്കോണമീനെ പറ്റിയിട്ടാണ് ബോസ് ഇവിടെ പറഞ്ഞു വെച്ചത്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ഓഫ് ദ ഡിസൈൻ പോളിസി.
ആബിദ്, ഒരുപാട് റിസർച്ചും എഡ്യൂക്കേഷനും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു പ്രാക്ടീഷണറാണ് താങ്കൾ. എന്താണ് താങ്കളുടെ കാഴ്ചപ്പാട്? ഒരു ഡിസൈൻ പോളിസി വന്നാൽ ഒരേപോലത്തെ ഡിസൈൻ അല്ലെങ്കിൽ ഹോമോജനൈസേഷൻ തിരിച്ചു വരും എന്നൊരു ഭയം ആർക്കിടെക്ട്സിൻ്റെ ഇടയിലോ ആർക്കിടെക്ചർ സ്റ്റുഡൻസിൻ്റെ ഇടയിലോ ഡിസൈൻ കമ്മ്യൂണിറ്റിയിലോ വരാൻ സാധ്യതയുണ്ടോ? ഈ ഹോമോജനൈസേഷൻ വന്നതാണോ ഇങ്ങനത്തെ ഒരു പോളിസി തന്നെ വരാനുള്ള ഒരു തിരിച്ചു കാരണം? എന്താണ് അതിലുള്ള താങ്കളുടെ കാഴ്ചപ്പാട്? I think first of all, there are a lot of assumptions about what we are referring to when we talk about design. I think at some points we're talking about aesthetics, at some points we're talking about beauty. There's some mention about functionality. I like to just clarify, like, I think when we talk about a design policy, I think there's a premise of what is design and what is the value of design. That needs to be clarified. I think design in a very fundamental sense is about the shaping of objects, about environments, about systems, experiences. You can summarize, you can use the word experiences to summarize it all. Whether it's an object, whether it's an environment, or it's a system, even a government system. How do you render a service? That can be designed. Everything can be designed. And design is not about appearance. I think there's a great misunderstanding that it's about beauty. I think the design profession itself is assumed to be a luxury. It's related to luxury, about premium, something that's in excess of the basic, and it's something that you seek after you've resolved all the basics. But that's not how it is. Anything and everything is in. Every day morning when you get up in the morning and you comb your hair and you dress up and you leave your home, you're designing how you are experienced, how people experience you, how you experience yourself, your own. So it's a matter of being, about existing, and therefore design is everywhere. Now the question is, how conscious are we of how we design all these objects, environments, spaces, systems? Unfortunately, we are not very conscious about what we're doing. The way we sit, the way we stand, the way you dress, the way all of you are dressing. Do you know why you dress? Why you picked that particular shirt? Why you picked that jeans? Why you're sitting in a particular... We are not conscious. We accept things that we see. We are affected. Our behavior, our decision, our thoughts, our values are affected by what we see around us. And often in a very subconscious way, that we then start embodying when we sit, when people sit with their legs crossed, or when they sit, we are embodying, we are behaving based on certain values that we embody. So I think design is, I think at some level, is fundamentally about being conscious, how to shape things. And so this question about homogeneity doesn't exist. I think the intent of the policy should be about the promotion of the need for design thinking, the promotion of the need to be conscious when we shape things, so that they are effective, that they add value, that they add to the quality of our lives at an individual level, about the quality of lives of our organizations. So whether it's a family, whether it's a company, whether it's a village, a panchayat, a corporation, the whole state, is how do you add value, how do you enhance the quality of these organizations? And I'm using the organizations in a very general sense. And about effectiveness, how do you enhance performance? And performance not in a very mechanical engineering basis. I'm saying happiness is also performance. Like a school should inspire, it should make children happy, it should make childhood happy, it should make teaching exciting. So how do you design a school that is effective in all these senses? Wherein kids want to go to school, where teachers enjoy teaching, where they don't feel tired, where children are inspired, where society is molded. So if that is the purpose of an institute or an educational institution, then how does one design to fulfill the purpose of this? So I think there's this understanding of what design is probably is required. And I think therefore, as a policy, it is not prescribing a particular kind of design. It is prescribing that there is value for designing, and therefore what is the... So one side is the promotion of what design is, both internally, in the general public, in our local public, but also internationally. On the other side, it's about capacity building. What do we need to do to build capacity, whether it's infrastructure, whether it's human resources, whether it's about quality of design, whether it's about how do we include technology. So how do you build capacity for delivering good design? So I think these are two strong components of what the design policy will have. And then it'll probably include the mechanisms to realize it. So it's not about prescribing a particular style. It's about fostering the use of design across all walks of life. And I think I just also must clarify
there is a possibility, and I don't know, Manoj Kini probably could clarify, but a lot of what happens often is that we're looking at economy, we're looking at money, we're looking at production, we're looking at image, and the policy is for that. But I think it should be clear that the policy should be rooted in this idea that it's about improving the lives of all of us, of the most weakest, the most disadvantaged, the most sidelined, the most disenfranchised, the minorities, the differently abled, the disadvantaged. So it's not for, it should not end up being for like the 1%, and it should be something about improving the quality of lives of everybody in the state. And hopefully I think it will achieve. I think a lot of importance point being given by Aabid. ഒന്ന് അതൊരു ഫണ്ടമെന്റൽ കോൺഷ്യസിന്റെ ഭാഗമാണ്, പക്ഷെ അത് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി ഒരു പോളിസി ഇപ്പോൾ വേണ്ടി വന്നു എന്നുള്ളത് നമ്മളെല്ലാവരെയും ഓർമ്മപ്പെടുത്തി. 2, കപ്പാസിറ്റി ബിൽഡിംഗ് ഈ പോളിസിയുടെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം തന്നെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. 3, അത് ഇൻക്ലൂസിവിറ്റി, അത് താഴേക്കടയിൽ വരെ എത്തണം എന്നുള്ളൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടി ആബിദ് മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ എന്താണ് ഡിസൈൻ പോളിസിനെ പറ്റി ഒരു ചെറുതെങ്കിലും ധാരണ വന്നു. ഇനി എവിടെയാണ് ഡോക്ടർ മനോജ് നമ്മൾ തുടങ്ങേണ്ടത്? താങ്കൾ പറഞ്ഞു ഒരു ഫണ്ടമെൻ്റൽ എഡ്യൂക്കേഷനിൽ നിന്ന് തുടങ്ങണം. അപ്പോൾ ഒരു നഴ്സറി സ്കൂളിൽ നിന്ന് തുടങ്ങണമെന്ന് പറഞ്ഞാൽ അതിന് റിസൾട്ട് എത്തണമെങ്കിൽ ഇനി 10-25 കൊല്ലം എടുക്കും. അതുവരെ നമ്മുടെ പ്രകൃതി കാത്തു നിൽക്കുന്നു തോന്നില്ല. അതിനു മുമ്പേ എല്ലാം നശിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ഡിസൈൻ സെൻസിറ്റിവിറ്റി നമ്മളുടെ ജനങ്ങളിലേക്കും കീ ഡിസിഷൻ മേക്കറിലേക്കും പൊളിറ്റീഷ്യൻസിലേക്കും ബ്യൂറോക്രാറ്റ്സിലേക്കും എങ്ങനെ ഒരു ഡിസൈൻ സെൻസിറ്റിവിറ്റി ഉണ്ടാക്കും? അതിനെന്താണ് ഒരു ഡിസൈൻ പോളിസിയിലൂടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ഈ വേദി ഇത് ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ്. ഈ ലിറ്ററേച്ചറിനും മ്യൂസിക്കിനും ഡിസൈനും ആർക്കിടെക്ചറിനും ഒക്കെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമുണ്ട്. അതെന്ന് പറയുന്നത് ഇതൊരു സ്പോണ്ടേനിയസ് എക്സ്പ്രഷനാണ്. ഞാൻ നേരത്തെ ഇത് സംസ്കാരവുമായിട്ട് ലിങ്ക് ചെയ്തു. കൾച്ചറൽ എക്സ്പ്രഷൻസ് എന്ന് പറഞ്ഞു. അത് ഇറ്റ്സ് എ ട്രൂ സെൻസ് കൾച്ചറൽ എക്സ്പ്രഷൻസ് ആണ്. ഇവിടെ 2 പോയിൻ്റ് ഇവിടെ റേസ് ചെയ്തത്. ഒന്നെന്ന് പറയുന്നത് ഇതൊരു റൂളാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. അത് റൂളാണെന്നുണ്ടെങ്കിൽ ഇവിടെ 2 വെൽ നോൺ ആർട്ടിസ്റ്റിൻ്റെ 2 സൈഡിലും ഇരിക്കുന്നവർ വളരെ വെഹിമെൻ്റ്ലി പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് റൂൾസിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആർട്ടിസ്റ്റിക് എക്സ്പ്രഷൻസ് വരിക എന്നുള്ളത്. വളരെ പെർഫെക്റ്റാണ്, കറക്റ്റാണ്. എപ്പോഴൊക്കെയാണോ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടായിട്ടുള്ളത് ആ സമയത്തൊക്കെ ഇമാതിരിയുള്ള എക്സ്പ്രഷൻസിൽ കൂടെയാണ്, അത് ലിറ്ററേച്ചർ ആവട്ടെ, ആർട്ട് ആവട്ടെ, മ്യൂസിക് ആവട്ടെ, എന്തുമാവട്ടെ, അവിടെ ആ മനസ്സിൻ്റെ പ്രതിഫലനമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ആർട്ട് എന്ന് പറയുന്നത്. അതിനെ പൂർണ്ണമായിട്ടുള്ള സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ റേസ് ചെയ്ത 2 ക്വസ്റ്റ്യൻ, ഈ ഡിസൈൻ പോളിസി വേണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ സർക്കാരിൻ്റെ മുമ്പിൽ ഉയർന്നു വന്നപ്പോൾ എല്ലാവരും ചോദിച്ചൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കണ്ടക്ട് ചെയ്യും? അപ്പോൾ ഏത് ഡിപ്പാർട്ട്മെൻറ്റ് ഇത് കണ്ടക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ സാധാരണ ഇപ്പോൾ ഭക്ഷ്യ ഇതുമായിട്ടുള്ള ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ അത് ഭക്ഷ്യവകുപ്പുണ്ടാവാം, അല്ല വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇതാണെന്നുണ്ടെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാഭ്യാസ വകുപ്പുണ്ട്. അങ്ങനെ ഏത് കാര്യത്തിനും അതിൻ്റേതായൊരു വകുപ്പുണ്ട്. സംസ്ഥാനത്തിനൊരു ഡിസൈൻ ഇക്കോസിസ്റ്റം വേണം എന്ന് പറയുമ്പോഴത്തേക്കും ആ ഡിസൈൻ ഇക്കോസിസ്റ്റം ഇതിന് രസകരമായിട്ടുള്ള 2 ആസ്പെക്ട്സ് ഉണ്ട്. ഒന്ന്, ഈയിടെ നടന്ന ഒരു ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പഠനത്തിൽ അവർക്ക് കിട്ടിയ ഒരു വളരെ രസകരമായിട്ടുള്ള ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്, ബ്രിട്ടീഷ് ഗവൺമെൻറ് 2 പൗണ്ട് ഡിസൈൻ മേഖലയിൽ ഇറക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് 26 പൗണ്ടാണ്. അപ്പോൾ ഡിസൈൻ മേഖലയിലെ ഒരു 2 പൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് 1 വർഷം കൊണ്ട് അവർക്ക് 26 പൗണ്ട് ലാഭം കിട്ടുന്നു എന്ന് പറയുമ്പോൾ ആ മേഖലയുടെ പ്രസക്തി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഒരു കൊച്ചു എക്സാമ്പിൾ, ഡിസൈൻ വീക്ക് കൊച്ചിയിൽ നടന്നപ്പോൾ അവിടെ ഞാൻ കണ്ട ഒരു കൊച്ചു എക്സാമ്പിൾ, ഡെൻ്റൽ സർജറി കഴിഞ്ഞ 2 പേര് അതിനുശേഷം അവരിപ്പോൾ ഡിസൈൻ മേഖലയിലോട്ട് തിരിഞ്ഞ് നല്ല ഭംഗിയുള്ള പല്ല് സെറ്റുകൾ ഡിസൈൻ ചെയ്യുകയാണ്. നമുക്ക് ഒരു പ്രോബ്ലം വരുമ്പോഴാണല്ലോ നമ്മളൊരു സാധനം ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഇത് ആർട്ട് എന്നുള്ളത് മാത്രമല്ല, അവിടെ എല്ലാ മേഖലകളുമുണ്ട്. അതേപോലെ ഉള്ള വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഇതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഞാൻ നേരത്തെ ബ്രിട്ടീഷ് ഇക്കോണമിയുടെ കാര്യം പറഞ്ഞു, ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ ഈ ഡിസൈൻ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് അവിടെ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്, ബെനിഫിഷ്യേഴ്സ് ഉണ്ട്, ഫണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, പോളിസി മേക്കേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാ മേഖലകളിലെ ആൾക്കാരും
ഒരുമിച്ച് നിൽക്കുന്ന ഒരു 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 സംവിധാനമാണ് ഡിസൈൻ ഇക്കോസിസ്റ്റം എന്നത്. ഇതിന് മറുവശത്ത് ഇതിൻ്റെ ബെനിഫിഷ്യറീസ് ഉണ്ട്. ഇപ്പം കേരളം പോലൊരു സംസ്ഥാനത്ത് നേരത്തെ പറഞ്ഞ അടുത്ത രസകരമായിട്ട് കണക്കെന്ന് പറഞ്ഞാൽ ഞാൻ KSIDയുടെ പ്രിൻസിപ്പലായിട്ടിരിക്കുന്ന സമയത്ത് സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ട ചില രേഖകൾ, ഈ എൻട്രൻസ് എക്സാമിനേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട രേഖകൾ പരിശോധിക്കുമ്പോൾ രസകരമായിട്ടുള്ള വേറൊരു സംഭവം മനസ്സിലായത്, ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഡിസൈനർമാരിൽ ധാരാളം പേര് മലയാളികളാണ്. എല്ലാ മേഖലയിലും, അത് ഓട്ടോമൊബൈൽ ആവട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ ആർട്ടാവട്ടെ, അങ്ങനെ എല്ലാ മേഖലകളും വളരെ 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 സീരിയസ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള ലെവലിൽ ധാരാളം മലയാളികളുണ്ട്. നമുക്കറിയില്ല എന്നുള്ളതേ ഉള്ളൂ. അതേപോലെ NIDയിലും നിഫ്റ്റ് പോലുള്ള സ്ഥാപനത്തിൽ പഠിച്ച കുട്ടികളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റെപ്രസെൻറ്റേഷൻ വന്നേക്കുന്ന കേരള സംസ്ഥാനത്തു നിന്നാണ്. അത് രസകരമായിട്ടുള്ള കാര്യമല്ലേ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഡിസ്കസ് ചെയ്ത സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ മലയാളികളുടെ ജീൻസിൽ ഡിസൈൻ ഉണ്ട്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ പരമ്പരാഗതമായിട്ട് ഡിസൈൻ ജീൻസ് ഉള്ളൊരു സമൂഹമാണ് നമ്മുടെ എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടാൻ. അല്ലെങ്കിൽ ഇത്രയും കുട്ടികൾ ഈ ഡിസൈൻ പഠിക്കുവാൻ വേണ്ടി ഇമാതിരിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പോവില്ലല്ലോ. അപ്പോൾ നാഷണൽ ലെവലിലുള്ള സമയക്കുറവല്ല, ഞാൻ എൻ്റെ ക്വസ്റ്റ്യനിലേക്ക് ഒന്ന് തിരിച്ചു വരികയാണ്. യെസ്, എവിടെയാണ് തുടങ്ങേണ്ടത്? അത് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പോൾ ഇത് തുടങ്ങുന്നത് വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തുടങ്ങുക എന്നുള്ളതൊന്നും അല്ല. ഇതെന്ന് പറയുന്നത് ഡിസൈൻ, ഇതിനകത്ത് എല്ലാ ആസ്പെക്ട്സും, ഇത് ഈ ഡിസൈൻ ഇക്കോണമിയിൽ ഡിസൈൻ ഫിനാൻസ് ഉണ്ട്, ഫണ്ടിങ് പാർട്ട് ഉണ്ട്, ഡിസൈൻ ഇക്കോണമി ജനറേറ്റ് ചെയ്യുന്നൊരു സിസ്റ്റം ഉണ്ട്. ഇതെല്ലാം പാരലലായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ്. അതിനുള്ള പോളിസീസ് ആണിത്. അപ്പം പൊളിറ്റീഷ്യൻസിനും ബ്യൂറോക്രാറ്റ്സിനും എങ്ങനെ ഡിസൈൻ സെൻസിറ്റൈസ് ചെയ്യും? അതിന്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് ഇപ്പോൾ ഈ കോഴിക്കോട് നടത്തേക്കുന്നത്. നമ്മുടെ ഇത്തരം ഒരു വെന്യൂ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ എന്തുമാത്രം ചാലഞ്ചസ് ആണ് ഒരു ആർക്കിടെക്ട് ഈ നാട്ടിൽ ഫേസ് ചെയ്യേണ്ടി വരുന്നത്? എന്ത് മെറ്റീരിയൽ, എങ്ങനെ ലൈറ്റിംഗ്, എന്തിനിത്? ഇല്ല, അത് ഇതുമായിട്ട് എനിക്ക് കറക്റ്റായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പൊതുവേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ചേഞ്ചസ്, ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായിട്ടുണ്ട് സമൂഹത്തിനെന്ന് പറഞ്ഞില്ലേ. ഈ സമൂഹത്തിൻ്റെ ട്രാൻസ്ഫോർമേഷൻ നമുക്ക് പബ്ലിക് സ്പേസസ് ഉണ്ടായിരുന്നു. പഴയ കാലത്തെ നമ്മുടെ പബ്ലിക് സ്പേസസ് എന്ന് പറഞ്ഞാൽ കുളക്കടവും ഈ പറയുന്ന ആറ്റിൻ്റെ തീരവും പിന്നെ അമ്പലങ്ങളിലോ പള്ളികളോ ഉള്ള പള്ളിപ്പറമ്പുകളും അതേപോലെ ഈ ആട്ടക്കളരി നടക്കുന്ന സ്ഥലങ്ങളുമൊക്കെ ആയിരുന്നു, കൂത്തമ്പലങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ പബ്ലിക് സ്പേസ്. പക്ഷേ ഇത് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമല്ലാതായി മാറി. ഇന്ന് നമ്മൾ TV-ക്ക് മുമ്പിലും ഈ ഇൻസൈഡ് റൂംസിനകത്ത് ചടഞ്ഞുകൂടിയപ്പോൾ നമ്മുടെ പബ്ലിക് സ്പേസ് നമ്മൾ മറന്നുപോയി. ആ പബ്ലിക് സ്പേസിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഇമാതിരിയുള്ള സോഷ്യൽ സ്പേസിൽ കൂടെ നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇത് രണ്ട് കോണ്ടെക്സ്റ്റാണ്. അത് ആ കോണ്ടെക്സ്റ്റ് മാറി. ആയിക്കോട്ടെ, അതിൽ കൂടുതൽ പ്രതീക്ഷ നമ്മൾ കൽപ്പിക്കാം. എനിക്ക് പക്ഷേ ആബിദിലേക്ക് വരുമ്പോൾ മുരളി എന്നോട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ ഫുഡ് പോളിസിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇറ്റ് സ്റ്റാർട്ട്സ് എവറിവെയർ. ലൈക്ക് യു കാൺ ഒരു സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ടോപ്പ് ഡൗൺ വേണം, ബോട്ടം അപ്പ് വേണം. സോ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണം. ഐ തിങ്ക് മേ ബി ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ മാതിരി കേരളത്തിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ റീഡിങ്, എഡ്യൂക്കേഷൻ, ക്രിയേറ്റിവിറ്റി. അപ്പോൾ ഫണ്ടമെൻ്റലി ഡിസൈൻ ഇഫ് യു സേ ഈസ് മീനിങ് ക്രിയേറ്റീവ് എക്സ്പ്രഷൻ വേണം. അതിന് ആൾക്കാർക്ക് സംസാരിക്കും. ഇപ്പോൾ സ്കൂൾ സ്റ്റുഡൻസിൻ്റെ വെച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഓക്കെ ഓക്കെ അത്രയേ ഉള്ളൂ. അപ്പോൾ എക്സ്പ്രസ് ചെയ്യാനുള്ള സ്കിൽസ്, എക്സ്പ്രസ് ചെയ്യാനുള്ള ഫ്രീഡം, കോൺഫിഡൻസ്, അത് മീനിങ് ഫുൾ ആവണം. അത് എന്തെങ്കിലും വിളിച്ച് പറയല്ല, പക്ഷെ അത് ഇൻ്റലക്ച്വലൈസ്, അതൊരു ഇൻ്റലക്ച്വൽ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉള്ളൊരു എക്സ്പ്രഷൻ, പിന്നെ ക്രിയേറ്റിവിറ്റി. സോ ലൈക്ക് ദീസ് തിങ്സ് ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം സ്കൂൾ. നമ്മുടെ സ്കൂളിംഗ് നഴ്സറി മുതൽ ഒരു സൈഡിൽ സ്റ്റാർട്ട് ചെയ്യണം. മറു സൈഡിൽ ദ ഗവൺമെൻറ് ഈസ് ദ ചീഫ് പേട്രൺ ഓഫ് ഡിസൈൻ. ഗവൺമെൻറ്റിൻ്റെ പബ്ലിക് സ്പേസസ്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഗവൺമെൻറ് വെബ്സൈറ്റ്, ഗവൺമെൻറ്റിൻ്റെ ബാലറ്റ്, വോട്ടിൻ്റെ ബാലറ്റ്, everything that the government does has the potential to lead. The moment they become the chief patron of design, it will trickle down. It has to trickle down, but you can't start either one side or the other. It has to. I just wanted to add that there is multifaceted. I think the design policy design policy വരുന്നു എന്നുള്ളതിനെ അത് ഒരു വലിയ പ്രതീക്ഷ നൽകുന്നു. അതിൽ ഭരണ സംവിധാനത്തിൽ ആർക്കിടെക്ട് ഒരു ഡിസൈനർ ഇരിക്കുന്നു എന്ന് അതിനേക്കാളും പ്രതീക്ഷ നൽകുന്നു. And the fact that they realize that ഇത് ഒരു ഡിപ്പാർട്ട്മെന്റിലല്ല, ഇത് ഹൗസിംഗ് ഡിപ്പാർട്ട്മെന്റിലല്ല, ഇൻഡസ്ട്രി ഡിപ്പാർട്ട്മെന്റിലല്ല. This is something that has to go beyond. That maybe like Swachh Bharat, or vigilance, or something that goes across. There is a creative officer in every office whose job is maybe there's a council that ensures that creativity. Maybe there's a creativity department that's required. I don't know. Yeah, I just want to touch upon. ഒരു മിനിറ്റ്, ഡിസൈൻ ഇക്കോസിസ്റ്റത്തിന്റെ ഉദ്ദേശം തന്നെ ഡിസൈനിനെ മാനിക്കുന്ന, ഡിസൈനിനെ വാല്യൂ ചെയ്യുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അവിടെ വിദ്യാഭ്യാസം എന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്ന സമൂഹത്തിലെ എല്ലാ തട്ടുകളിലും ഇത് വരും. അപ്പോൾ അതായിരുന്നു അത് ബന്ധപ്പെട്ട് തന്നെയായിരുന്നു എൻ്റെ അടുത്ത ചോദ്യവും. ഭക്ഷണം, വെള്ളം, ഡ്രസ്സ്, ഷെൽട്ടർ, ഇതൊക്കെ നമ്മുടെ ഒരു ഫണ്ടമെൻ്റൽ നീഡാണ്.
അതുപോലെയാണോ ആർട്ടും ഡിസൈനും? ഇതൊക്കെ ഒരു ലക്ഷറി മാത്രമാണോ? ഒരു പറ്റം ആൾക്കാർക്ക് മാത്രം കാണാനും ആസ്വദിക്കാനും അനുഭവിക്കാനും പറ്റുന്നതാണോ ഡിസൈൻ, ആർക്കിടെക്ചർ? ബിനാലി അല്ലാന്ന് പിന്നെ ബോസ് നേരത്തെ ഒന്ന് പറഞ്ഞു വെച്ചു. ബാക്കിയുള്ളതൊക്കെ ഒരു ലക്ഷറി മാത്രമായി മാറിക്കഴിഞ്ഞോ? ഇതിനെ എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ്റെയും കൂടെയാണ് ഇതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ആണ്, ഒരു ജനത്തിന്റെ ഫണ്ടമെന്റൽ റൈറ്റ് ആണെന്ന് തിരിച്ചു സ്ഥാപിക്കാൻ പറ്റും? പ്ലാവില വെച്ച് കുമ്പിള് കുത്തത്തില്ലേ, അത് ഡിസൈനാണ്. ശരിക്കും അത് ഡിസൈനാണ്. അല്ലാതെ ഈ ഒരു എന്താ പറയുക, ഒരു റിച്ചർ ആയിട്ടുള്ള അല്ലെന്നുണ്ടെങ്കിൽ എലിറ്റിസ്റ്റ് ആയിട്ടൊരു സൊസൈറ്റിക്ക് കാറ്റർ ചെയ്യാനുള്ള സാധനമല്ല ഡിസൈൻ. നമ്മൾ ദൈനംദിനം യൂസ് ചെയ്യുന്ന എല്ലാ സാധനങ്ങളിലും ഡിസൈൻ ഉണ്ട്. അങ്ങനെ ധാരണയുണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്മുടെ സമൂഹത്തിൽ നോക്കിയാൽ അതറിയാമല്ലോ. അല്ല, എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞല്ലോ, എഡ്യൂക്കേഷൻ മാത്രമല്ല എന്നുള്ളത് സത്യമാണ്. മറിച്ച് ഒരു ഹ്യൂമൻ ഫിസിക്കൽ ഇൻഡെക്സിൻ്റെ കംപ്ലീറ്റ് ഇമ്പ്രൂവ്മെൻ്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം നന്നായിട്ട്. പക്ഷേ ഏത് രീതിയിൽ ഇതിലോട്ട് കാൽവയ്പ് നടത്താം? ഇപ്പോൾ പ്ലാനേഴ്സ് ചെയ്യേണ്ട ചുമതല എന്താണ്, ആർക്കിടെക്ട്സ് ചെയ്യേണ്ടത് എന്താണ്, ആർട്ടിസ്റ്റുകൾ ചെയ്യേണ്ടത് എന്താണ്, അതിനെക്കുറിച്ചൊക്കെ നല്ല ചർച്ചകൾ ഉണ്ടാവേണ്ടതും അതിൽ നിന്ന് പല കാര്യങ്ങളും ഉരുത്തിരിഞ്ഞ് വരേണ്ടതും ആണ്. പക്ഷേ ഞാൻ വേറൊരു പെർസ്പെക്റ്റീവ് എനിക്കുള്ളതെന്ന് വെച്ചാൽ, ഈ ആർട്ടെന്ന് പറയുന്നത് ഇന്ന് വെറും വര മാത്രമല്ല എന്നുള്ളത് പ്രകടമായിട്ട് എല്ലാവർക്കും അറിയാം. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ആ വരമ്പുകളൊക്കെ തന്നെ മറിച്ച് കടന്ന് ഇപ്പോൾ ആർട്ട് ആൻഡ് സയൻസ്, ആർട്ട് ആൻഡ് ഹെൽത്ത്, ആർട്ട് ആൻഡ് ഇക്കോളജി, അങ്ങനെ പല മേഖലകളിലോട്ടും കയറി വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതൊരു വശത്ത് നിൽക്കുന്നുണ്ട് നന്നായിട്ട്. അതിൽ ക്വാളിറ്റേറ്റീവായിട്ടുള്ള തലങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം, എന്താണ് ഗുഡ് ആൻഡ് ബാഡ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം, അതൊരു കാര്യം. പക്ഷേ ഇപ്പോൾ സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു പോളിസി വരുമ്പോൾ അത് എല്ലാ തലത്തിലും അതിന് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു മനുഷ്യനും കൂടിയാണ് ഞാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഓരോ തലത്തിലും ഓരോ ഇപ്പം നമ്മൾ പറയുന്ന സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ, ഇപ്പോൾ ആർക്കിടെക്റ്റ് ആയാലും ശരി, ഡിസൈനർ ആയാലും ശരി, ആർട്ടിസ്റ്റ് ആയാലും, അവരെ ഈ സോഷ്യൽ ആസ്പെക്റ്റിൽ ഞാൻ അവരെ വിളിക്കുക സോഷ്യൽ സയൻറ്റിസ്റ്റുകൾ എന്നാണ് എനിക്ക് ആഗ്രഹം വിളിക്കാൻ. അവർ നടത്തുന്ന ഓരോ പ്രവൃത്തിയിലും വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല രീതിയിൽ ചർച്ച ചെയ്യേണ്ടത്. ഈ ആർട്ട് ഒരിക്കലും ഇത്തരത്തിലുള്ള ഡെവലപ്മെൻറ്റിന് എതിരല്ല ശരിക്കും പറഞ്ഞാൽ. അത് നമ്മൾ വളരെയധികം ആവശ്യപ്പെടുന്ന ഒരു കാര്യം കൂടിയാണ്. കലയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത്, ഒരു ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഒരു സ്കാൻഡിനേവിയൻ, ഒരു ലണ്ടൻ ബേസ്ഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫംഗസ് ഡെവലപ്പ് ചെയ്തിട്ട് ഫംഗസിൽ നിന്ന് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ മെറ്റീരിയൽ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അങ്ങേര് ഇപ്പോൾ ചെയർ റീസെൻ്റ്ലി ഡിസൈൻ ചെയ്തത് ഇത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ വെച്ചിട്ടാണ് ശരിക്കും പറഞ്ഞത്. അപ്പോൾ ഇത്തരത്തിലുള്ള പല ലാബുകളും പല രീതിയിലുള്ള അന്വേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ എന്താ പറയുക, ഈ മലയാളി ഇപ്പം എല്ലാ റൈറ്റേഴ്സും അല്ല, ഒരുപാട് പേര് വളരെ സെൻറ്റിമെൻ്റലായിട്ട് നമ്മളുടെ ഡെവലപ്മെൻറ്റിനെയും പഴയ കാലങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയും വളരെ ഗൃഹാതുരത്വത്തോടു കൂടിയിട്ട് ഇതിനെ കാണുകയും, ഇത് വായിക്കുന്ന ഒരു സമൂഹം ലോകം തിരിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് ശരിക്കും പറഞ്ഞാൽ. നമ്മൾ പക്ഷേ അതിനെതിരാണ്. ലോകം മുന്നോട്ട് പോകണം, കാരണം സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെൻറ്റ് എന്നും ആവശ്യമാണ്. കാരണം ട്രഡീഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ട്രഡീഷൻ എന്ന് പറയുന്നത്. കാരണം അത് മൂവ് ചെയ്യാൻ കെൽപ്പുള്ള അല്ല കഴിവുള്ളതിനെയാണ് നിലനിന്നിട്ടുള്ളൂ. അല്ലാത്തതെല്ലാം തന്നെ നശിച്ചു പോയിട്ടുണ്ട് ശരിക്കും. ഈ റീ ഇൻവെൻഷൻ നടത്തുന്നിടത്താണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആർട്ടിസ്റ്റുകളുടെയും ആർക്കിടെക്റ്റുകളുടെയും ഇവരുടെയൊക്കെ ഒരു ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് വരേണ്ടത് ശരിക്കും. ആ റീഇൻവെൻഷൻ സോഷ്യലി നടക്കുന്നുണ്ട്, പക്ഷെ അതിന് കുറേ കൂടി ഒരു സ്ട്രക്ചറലായിട്ട് നമുക്ക് ചിന്തിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്പേസും കൂടി ഇന്ന് ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ. അവിടെയാണ് ഇത്തരത്തിലുള്ള പോളിസികളുടെ ആവശ്യകത. അത് A to Z വരെ. ഇപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത കാലത്ത് കേരള ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള റേഷൻ കാർഡ് എന്ന് പറയുന്നത്, അതിലും ആ ഡിസൈൻ ആസ്പെക്റ്റ് ഉണ്ട്. അതുമാത്രമല്ല, അതോടുകൂടി തന്നെ ചേഞ്ച് ആയിട്ടുള്ള ഒരു ഫെമിനിസ്റ്റ് തോട്ടും ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. സ്ത്രീകളാണെന്ന് റേഷൻ കാർഡിൻ്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. ഇത്തരത്തിൽ സോഷ്യൽ ലെവലിലും ഇതെല്ലാം തന്നെ റീഇൻവെൻറ്റ് ചെയ്യേണ്ട ഒരു സമയം കൂടിയാണ്. അല്ലാതെ നമ്മൾ ഫിസിക്കലായിട്ടുള്ള ആസ്പെക്റ്റ് അല്ലെങ്കിൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ മെറ്റീരിയൽ ബേസ്ഡ് ആയിട്ടുള്ള അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള അത് മാത്രമല്ല, ഇതെല്ലാം തന്നെ വേറെ രീതിയിൽ നമ്മൾ കാണേണ്ട. അതായത് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും ബേസിക് നീഡായ റേഷൻ കാർഡ് മുതൽ, അല്ലെങ്കിൽ ആ ഒരു
കുമ്പിൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മുതൽ ഡിസൈൻ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാവണം. അത് ഇതിലൂടെ നടക്കട്ടെ എന്നാണ് നമ്മൾ എല്ലാവരും പ്രത്യാശിക്കുന്നത്. ഇതിലൊരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഇപ്പോൾ ഈ മെൽബൺ സിറ്റിയിൽ റിവർ ഫ്രണ്ട് പ്രൊജക്റ്റ് ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഗംഭീരമാണ്. നമുക്കിവിടെ ഒരുപാട് സ്പേസസ് ഉണ്ട്, പക്ഷെ ഒരാളും തൊടാൻ അനുവദിക്കില്ല. തൊട്ട് കഴിഞ്ഞാൽ അത് എൻവിറോൺമെന്റൽ ഇഷ്യൂ ആയി മാറി. പക്ഷെ അത്തരത്തിലുള്ള എല്ലാതിനെയും എന്താ പറയുക, വളരെ ശക്തമായിട്ട് നിലനിർത്തിക്കൊണ്ടും അതിനെ കാത്തുരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ആ പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ടുള്ളത്. അവിടെ കുറേ ദിവസം തങ്ങിയത് കൊണ്ട് ഞാൻ പറയുന്നു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും എന്തുകൊണ്ട് നമുക്കിതെല്ലാം വേറെ രീതിയിൽ നമ്മുടെ പബ്ലിക് സ്പേസസിനെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൂടാ? ഈ പബ്ലിക് സ്പേസസ് ഒക്കെ തന്നെ ഇന്ന് വളരെ അരോചകമായി കൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്ക് സേഫ്റ്റി ഇല്ലാത്തൊരു സ്പേസും കൂടി ആയിക്കൊണ്ടിരിക്കുകയാണ്. സേഫ്റ്റിനെ പറ്റി അതെ. കാരണം ഇപ്പോൾ ഒരു രണ്ട് കപ്പിൾസ് ഇരുന്നാലും പോലും ചോദ്യം ചെയ്യുന്ന ഒരു സാധനമാണ്. അപ്പൊ ആ സ്പേസ് കൺസെപ്റ്റ് മോറൽ ഇതിനെയും തിരിച്ചു കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് എന്ന് ശരിക്കും. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ് അവസാന നിമിഷത്തിൽ മുരളി പറഞ്ഞത്. ഒരു ചോദ്യം ബോസിന് ബാക്കിയുണ്ട്, പക്ഷേ ആ ചോദ്യം ചോദിക്കുന്നതിന് മുന്നേ ക്രൗഡിലേക്ക് വരികയാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക്. ഇത് ബോസിനോടാണ്. കാരണം ബിനാലെയുടെ ആദ്യ ലക്കം അന്ന് പത്രങ്ങളും എനിക്ക് തോന്നുന്നു മാധ്യമം വാരിക ഒരു ലക്കം മുഴുവൻ അതിനെ എതിർത്തുകൊണ്ടായിരുന്നു. പൊതുവെ എല്ലാ പ്രസിദ്ധീകരണങ്ങളും ബിനാലയെ കടുത്ത ഭാഷയിൽ എതിർക്കുകയായിരുന്നു. കലാകാരൻ നിൽക്കുമ്പോൾ വേദനിച്ചതാണ്. പക്ഷെ അതിനെ ഓവർകം ചെയ്തുകൊണ്ട് ഇപ്പോഴും അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാകുന്നുണ്ട്. നിങ്ങൾ അനുഭവിച്ച സ്ട്രഗിൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആ കാലത്തെ ചിന്ത ഒന്ന് പങ്കുവെക്കാൻ പറ്റും? അത് വളരെയധികം സമയമെടുക്കുന്ന കാര്യമാണ്. പക്ഷെ ഐ ക്യാൻ സേ ഐ ഹാവ് സാക്രിഫൈസ്ഡ് മൈ ഫാമിലി ഫോർ ഇറ്റ്. എൻ്റെ മക്കളുടെ കൂടെ 10 വർഷം കഴിയാനുള്ള സാഹചര്യം ഇല്ലാതായി എന്നുമാണ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ ഫോർ എക്സാമ്പിൾ യു ആർ സേയിങ് അബൌട്ട് മാധ്യമത്തിൽ 8 പേജിലാണ് എഴുതിയത്. അത് ഇമാജിനേറ്റീവ് റൈറ്റിംഗ് ആണ്. ബിഫോർ ഹാപ്പൻഡ് ബിനാലെ എന്ന് ആരും അറിയാത്തൊരു കാലത്ത് ബിനാലെ ഉണ്ടായാൽ ഇങ്ങനെയാകും, അല്ലെങ്കിൽ ബിനാലയിൽ നിന്ന് ഇത്രയും പൈസ തീർത്ത് പുട്ടടിച്ച് തീർക്കും. അങ്ങനെയൊക്കെയുള്ള ലാംഗ്വേജസാണ് അവർ യൂസ് ചെയ്തിരുന്നത്. ക്യൂറേറ്ററെ പോലും അവർ വിളിച്ചിട്ടുള്ളത് പിംപ് എന്നുള്ള രീതിയിലാണ്. അത് വാസ്തവം ജനത്തെ അല്ലെങ്കിൽ നമ്മളുടെ കുട്ടികൾ അറിയാത്ത കാര്യങ്ങളെപ്പറ്റി എന്തും എഴുതാം, എങ്ങനെയും എഴുതാം എന്നുള്ള ധാരണ ഉള്ള സ്പേസസ് ദേ ഹാവ് ഗിവൺ സ്പേസസ് ബട്ട് നൗ എവറിബഡി ലേൺഡ് ഇറ്റ് ബൈ ദംസെൽഫ്. ജനങ്ങൾ തന്നെ സ്വയം പഠിക്കുന്ന ഒരു രീതി നമ്മളുടെ കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെൻ വി ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, ചെറിയ പ്രായത്തിലെ കുട്ടികൾ പോലും മ്യൂസിയങ്ങളിൽ ഇരുന്നിട്ട് പ്രധാനപ്പെട്ട കലാകാരന്മാരുടെ വർക്കുകളെ കുറിച്ചിട്ട് അവർ ടീച്ചേഴ്സൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ട്, when he is in our country, in our state, going to have a museum or a cultural space like this, now I am proud that we have a place. It's a temporary space. അതാണ് ബിനാലയുടെ സ്പേസ്. ആ ടെമ്പററി സ്പേസിൽ കാണുവാനും കേൾക്കുവാനും അറിയുവാനും സംസാരിക്കുവാനും എല്ലാ തരത്തിലുള്ള കലകളുടെയും ജീവിതത്തിൻ്റെയും ഭാഗങ്ങളുണ്ട്. ഞാൻ വിശ്വസിക്കുന്ന ജീവിതം തന്നെയാണ് കല, കല തന്നെയാണ് ജീവിതം. ദാറ്റ്സ് എ വേ ഐ ലിവ് ആൻഡ് ഐ എം proud of that. It is happening in Kerala, it is happening in Kochi, and like it can also. I wanted to say that രവി ഉമായിട്ട് സംസാരിക്കുന്ന ഒരു സമയത്ത് ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലും ഓൾസോ ഇൻസ്പയർഡ് ഫ്രം ദ കൊച്ചി ബൈനൽ. ഓക്കെ, സോ ഇറ്റ് ഈസ് ലൈക്ക് എ കൈൻഡ് ഓഫ് നല്ല സന്ദേശങ്ങളാണ് ആൾക്കാർ എടുക്കുന്നത്. അതിനകത്തൊറ്റ ചോദ്യം എന്ന് വെച്ചാൽ, ഏതൊരു നല്ല കാര്യം പോലെയും ബിനാലെയും വിവാദങ്ങൾക്ക് എപ്പോഴും കൂടെ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അന്ന് ഇമാജിനേറ്റീവ് റൈറ്റിംഗ് ആണെങ്കിൽ ഇന്നത്തെ വിവാദങ്ങളെ ഫാബ്രിക്കേറ്റഡ് റൈറ്റിംഗ് എന്നാണോ വിളിക്കുക? അസൂയ കൊണ്ടുണ്ടാവുമല്ലോ. അവർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്യുമ്പോഴുണ്ടാവുന്ന അതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല. വി കനോട്ട്. ഐ കീപ്പ് ഓൺ വർക്കിംഗ്. ലെറ്റ് ദം ഡു whatever they want to. പ്രവൃത്തി തന്നെയാണ് അതിൻ്റെ ഫലങ്ങൾ ഉണ്ടാക്കുന്നത്. വി കീപ്പ് ഓൺ മേക്കിംഗ് തിങ്സ്.
with the help of everyone. You know, like I work very closely with the Lal Academy. I work very closely with all the academies. We are very much open to Indian Institute of Architects. We work very closely. Our friend Triple ID, you know, everybody we work very closely. So kind of we creating an inclusive place, you know, where everybody got a chance to share their belief and learn from that site. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. ഈ ബിയനാലെക്കുറിച്ച് എനിക്ക് പേഴ്സണലായിട്ട് പറയാനുള്ളത്, കാരണം ഒരു വട്ടം ഖത്തറിൽ നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ ഖത്തർ കൾച്ചറൽ മിനിസ്റ്റർ ഞാൻ കേരളത്തിൽ നിന്നാന്ന് അറിഞ്ഞപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ വി ആർ റിയലി സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഇൻ ടു ദ കൾച്ചറൽ എക്കണോമി ആൻഡ് കേരളം ശരിക്കും പറഞ്ഞാൽ അതൊരു ഒരുപാട് മുന്നോട്ട് പോയിട്ടുണ്ട്. കാരണം ബിയനാലെ പോലെയുള്ള ഒരു ഇൻ്റർനാഷണൽ ഒരു ഷോ അവിടെ വരുന്നതോട് കൂടിയിട്ട് എന്താണ് കൾച്ചറൽ എക്കണോമി എന്ന് പറയുന്നത് അത് നിങ്ങൾ അറിയാതെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് അവിടുത്തെ ഓരോ മനുഷ്യരും അതിൻ്റെ എന്താ പറയുക ബെനിഫിറ്റ്സ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓയിൽ എക്കണോമിയിൽ നിന്ന് ഞങ്ങൾ കൾച്ചറൽ എക്കണോമിയിലോട്ട് മാറാൻ വേണ്ടിയിട്ട്. നമ്മളോട് പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ UK ഗവൺമെൻറ്റൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ക്രിയേറ്റീവ് ഇൻഡസ്ട്രീനെ തന്നെ ഡിഫൈൻ ചെയ്ത് എഡ്യൂക്കേഷനിലും എല്ലാ തലത്തിലും അതിൻ്റെ ഇംപ്ലിക്കേഷൻസും ഇംപ്ലിമെൻറ്റേഷൻസും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഈ പോളിസിയിൽ ഇത്തരത്തിലുള്ള ചേഞ്ചസ് വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ് എന്താണ് ക്രിയേറ്റീവ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതോടുകൂടി തന്നെ ഈ കൊച്ചിയിലെ ഈ ഒരു മാറ്റം എന്താ പറയുക ഈ കൾച്ചറൽ എക്കണോമിയിലോട്ടുള്ള ഒരു വലിയൊരു ചേഞ്ച് ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ പോയി കഴിഞ്ഞാൽ ഒരു ഹോട്ടൽ പോലും നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. കാരണം അത്രമാത്രം ഇൻ്റർനാഷണൽ ടൂറിസ്റ്റുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അതോടുകൂടെ തന്നെ ഇപ്പോൾ ലളിതകലാ അക്കാദമിയും അതായത് ബിയനാലും കൂടി ചെയ്യുന്ന നമ്മളുടെ ഒരു ഷോ, അതിൽ കേരളത്തിൽ 34 ആർട്ടിസ്റ്റുകളാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഒരു ബിലീവ് മീ, ആ 34 ആർട്ടിസ്റ്റുകളുടെയും വർക്ക് മൂവിയാണ്, അതായത് വിൽക്കപ്പെടുകയാണ്, അവർക്കൊരു പുതിയ ജീവിതം കൊടുക്കുകയാണ്. ഇത് കേരളത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ചേഞ്ചാണ് കൊണ്ടുവന്നിട്ടുള്ളതും വരുന്നതും. ഇതിനെ നമ്മൾ തിരിച്ചറിയണം. ശരി, ഡിസൈൻ ഇൻഡസ്ട്രി, അത് എനിക്ക് തോന്നുന്നു എത്രയും പെട്ടെന്ന് ഒരു ഡിസൈൻ മിനിസ്ട്രിയും വരാൻ. മോഡറേറ്റർ ഇത് വൈൻഡ് അപ്പ് ചെയ്യുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇൻട്രസ്റ്റിംഗ് കോട്ടുണ്ട് ഞാൻ ബോസ് പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. 1-2 ചോദ്യം കൂടെ എടുക്കണമെന്നുണ്ടായിരുന്നു, അത്രേ ഉള്ളൂ. ഇതൊന്ന് പറഞ്ഞിട്ട് അത് പ്രൊഫസർ മെഗാൻ പെൻസാറിന് ഹാർവർഡ് യൂണിവേഴ്സിറ്റി ഗ്രാജുവേറ്റ് സ്കൂൾ ഓഫ് ഡിസൈനിലെ പ്രൊഫസറാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രസകരമായിട്ടൊരു കോട്ടുണ്ട്. ദ വേൾഡ് ഈസ് ആൻഡ് വിൽ കണ്ടിന്യൂ ടു ബി അൺഅവോയ്ഡബിളി അൺസ്റ്റേബിൾ environmentally, politically and socially, and that instability is a material of design, and we use design to continuously question the world as we have come to know it. Thank you. Yeah, please. യെസ്, എൻ്റെ ചോദ്യം ആബിദ് സാറോടാണ്. അപ്പോൾ എനിക്ക് 2 ക്വസ്റ്റ്യനാണല്ലോ. ഒന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിലും ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞു നമ്മൾ. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മൾ എന്താ പറയുക, നമ്മളെ ജീവിതത്തിൽ നമ്മൾ ഇപ്പോൾ രാവിലെ നമ്മൾ ഡ്രസ്സ് ചെയ്യുന്ന തൊട്ടിട്ട് എല്ലാത്തിലും ഡിസൈൻ ഉണ്ട്. അപ്പോൾ അതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന പല പ്രോഡക്ട്സും നമ്മൾ ഡെയിലി ഇപ്പോൾ നമ്മൾ ചിപ്സ് വാങ്ങിക്കുന്ന പാക്കറ്റ് ആണെങ്കിലും ഒരുപാട് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഒരുപാട് പ്രോഡക്ട്സ് ഇതുപോലെ എന്താ പറയുക എൻവയൺമെൻറ്റിന് റെസ്പോൺസിബിളായിട്ട് ആകാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഈ എത്തിക്കൽ കോർപ്പറേഷൻസ് വരാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോളിസീസാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. പിന്നെ നമ്മളെപ്പോഴും സസ്റ്റൈനബിലിറ്റിനെ പറ്റി പറയുമ്പോൾ സസ്റ്റൈനബിലിറ്റി എക്സ്പെൻസീവ് ആണ്. സസ്റ്റൈനബിളായിട്ട് നമ്മൾ ഇപ്പോൾ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും എന്ത് കാര്യമാണെങ്കിലും നമ്മളത് എക്സ്പെൻസീവ് ആണെന്നുള്ളൊരു ധാരണയുണ്ട് പൊതുവിൽ. അപ്പോൾ അത് എത്രത്തോളം ശരിയാണ്? അതാണ് എൻ്റെ ക്വസ്റ്റ്യൻസ്. So there were 2 questions. If I understood the second one, sustainability related, and the cost of sustainability. Sustainability, there are definitely some products, whether it's organic, sustainable construction material, sustainable equipments, gadgets, there is a cost implication. But I'd like to question your question. Like, yes, it may be costly, but so what? Can we afford to evaluate everything in our lives based on money? മണി മാത്രമാണോ നമ്മുടെ ലൈഫിലെല്ലാം? അത് ആ ഒരു ബേസിസ് മാത്രമാണോ? ഇപ്പോൾ സസ്റ്റൈനബിലിറ്റി ഈസ് ഫണ്ടമെൻ്റലി അബൌട്ട് ക്രിയേറ്റിംഗ് എ വേൾഡ് that's usable for our next generation.
അവിടെ പൈസയുടെ കണക്ക് മാത്രമാണോ വാല്യൂബിൾ ഒരു വാല്യൂ ആയിട്ട്? ദർ ആർ അതർ വാല്യൂസ്, ദർ ആർ അതർ തിങ്സ് ആർ ഈക്വലി ആൻഡ് മോർ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ദാറ്റ്സ് one aspect. The second one, the first question was design എല്ലായിടത്തും ഉണ്ട്. കൺസ്യൂമേഴ്സിന് റെസ്പോൺസിബിലിറ്റി ഉള്ള പോലെ തന്നെ കോർപ്പറേഷൻസിനും ഈ നമ്മൾ ഉള്ള ഇപ്പോൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്രോബ്ലംസ് ആണെങ്കിലും അതുപോലുള്ള റിലേറ്റഡ് ഇഷ്യൂസിന് കോർപ്പറേഷൻസിനും അതേപോലെ തന്നെ റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ കോർപ്പറേഷൻസിന് റെസ്പോൺസിബിൾ ആവാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പോളിസീസാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? അപ്പോൾ എനിക്ക് തോന്നുന്നത് പോളിസി തന്നെയുള്ള ഒരു വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷനിലേക്കാണ് അതിൻ്റെ ഉത്തരം വരിക എന്ന് തോന്നുന്നു അല്ലേ? I don't know how far അതൊരു ഡിസൈൻ പോളിസിൻ്റെ ഭാഗമാകുമോ എന്നുള്ളത്. പക്ഷേ ഐ തിങ്ക് എന്താണ് ഗുഡ് ഡിസൈൻ എന്നുള്ളത് പോളിസി പറയണോ വേണ്ടയോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഡിസൈൻ എന്നുള്ളൊരു ആക്ടിവിറ്റി, ഡിസൈൻ എന്നുള്ളൊരു പ്രോസസ് അത് പറയാൻ പോളിസി ഉദ്ദേശിക്കുന്നില്ല എന്ന് തോന്നുന്നു. എന്താണ് ഗുഡ് ഡിസൈൻ എന്ന് പറയാൻ പോളിസി ഉദ്ദേശിക്കുന്നില്ല. ഡിസൈൻ എന്താണെന്നുള്ളത് പറയുന്നതിലല്ല ഡിസൈൻ പോളിസിൻ്റെ ഒരു അജണ്ട. ഡിസൈൻ എന്നുള്ളൊരു ആക്ടിവിറ്റി, ഒരു എന്ത് സാധനം ഉണ്ടാക്കുമ്പോഴും എന്ത് എക്സ്പീരിയൻസ് കഴിയുമ്പോൾ അത് കോൺഷ്യസ് ആയിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്, അത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിസൈൻ പോളിസിൻ്റെ ഉദ്ദേശം. But on the other hand, other government agencies probably should and could raise these kind of issues, like if corporate ethics and corporate values എന്താണെന്നുള്ളത്. I think that's ഓരോരോ ഗവൺമെൻറ്റിൻ്റെ പോളിസി അനുസരിച്ചിട്ട് മാറാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ബട്ട് ഐ തിങ്ക് ദ റിയാലിറ്റി ഈസ് ഒരു ക്യാപിറ്റലിസ്റ്റ് വേൾഡിനകത്ത് മണി ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു ലാർജർ അജണ്ട. ഈ കോർപ്പറേറ്റ് CSR ആയാലും എത്തിക്കലായാലും അത് അവരുടെ ബ്രാൻഡിന് വേണ്ടി ചെയ്യാണ്, അല്ലാണ്ട് ജെനുവിൻലി അത് അവരെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കുകയാണ്. നിർബന്ധിച്ച് ചാരിറ്റി ചെയ്യിപ്പിക്കുന്നതിൻ്റെ എത്രത്തോളം അതിനകത്ത് ചാരിറ്റീൻ്റെ വാല്യൂ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊരു പക്ഷേ the government at all levels has to create policies that are important and relevant for the future of our societies. സമയപരിമിതി മൂലം നമ്മളിവിടെ നിർത്തുകയാണ്. വളരെ മനോഹരമായൊരു ടോപ്പിക്, അതിനേക്കാളും രസകരമായ സ്പീക്കേഴ്സ്. നമ്മൾ എത്ര സംസാരിച്ചാലും ഈ ടോപ്പിക്ക് നമുക്ക് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ടോപ്പിക്കിൻ്റെ ചർച്ച നടന്നുകൊണ്ടേയിരിക്കട്ടെ. ആ ചർച്ചകളിലൂടെ വരുന്ന അഭിപ്രായങ്ങൾ നമ്മുടെ ഡിസൈൻ പോളിസിയിൽ വരട്ടെ. ഇവരെല്ലാവരും ഇരിക്കുന്ന രീതിയിൽ തന്നെ ഒരു ഡിസൈൻ ഉണ്ട്. അതേപോലെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ നിമിഷവും ഈ ഡിസൈൻ നമ്മുടെ ഒരു പാർട്ട് ആവട്ടെ എന്നുകൂടെ ആഗ്രഹിച്ചുകൊണ്ട്, അങ്ങനെ ഒരു നേതൃത്വം ഡോക്ടർ മനോജിന് കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.